ഇത് വായിക്കുമ്പം, ഇത് കേൾക്കുമ്പോൾ ദൈവത്തോടുള്ളൊരു മനുഷ്യൻ്റെ ബന്ധം കൂടിക്കൂടി വരും. ദൈവത്തോടുള്ള ബന്ധത്തിന് കേടുവരുന്നതൊന്നും ചെയ്യരുത് ഒരിക്കലും. എന്ത് ലാഭമുണ്ടെന്ന് പറഞ്ഞാലും, എന്ത് സൗഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് കേടുവരുന്നത്, പരിക്ക് പറ്റുന്നത് ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഈ പ്രാർത്ഥന, ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് മാറണം. പ്രാർത്ഥന ഒരു പരിഹാരമാണ്. എഴുതിയ കത്തിന് മറുപടി എന്ന പോലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു വിഷയമായിട്ടായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ ആ ഒരു പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി കിട്ടാൻ ദൈവം ഇടവരുത്തട്ടെ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, യേശു കൂട്ടിക്കൊണ്ടുവരാത്ത ആരും ഇതിനകത്ത് വന്നിട്ടില്ല. ഇവിടെ നിൽക്കുന്നവരും ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന ഓരോരുത്തരും യേശു കൂട്ടിക്കൊണ്ടുവന്നവരാണ്. ആ ഒരു നിലയിലാണ്, ആ ഒരു സ്നേഹത്തിലാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. ദൈവം കൂട്ടിക്കൊണ്ടുവന്നവരാണ്. എന്തിനാണ് വചനം ഇങ്ങനെ ധ്യാനിക്കുന്നത്? ദൈവവചനത്തിലെ അനുഗ്രഹം വചനം ധ്യാനിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. വചനം കേൾക്കാൻ വാതുറക്കുമ്പോൾ, വചനം പറയാൻ വാതുറക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ വാതുറക്കുമ്പോൾ, ആരാധിക്കാൻ വാതുറക്കുമ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ വാതിലും ദൈവം തുറക്കുന്നത്. വിശ്വാസത്തോടെ ഇത് ഏറ്റെടുക്കുമോ? വചനം പറയാൻ വാതുറക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ വാതുറക്കുമ്പോൾ, വിശ്വാസം പറയാൻ വാതുറക്കുമ്പോൾ ദൈവം നമുക്കുള്ള അനുഗ്രഹത്തിൻ്റെ വാതിലിനെയും ദൈവം തുറക്കും. പ്രതീക്ഷയോടെ ആ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് എന്നിലേക്ക് തരുന്ന ആ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുക. മഴ പെയ്യുന്നതുപോലെ അനുഗ്രഹം ഇന്ന് എൻ്റെ മേൽ പെയ്യാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിച്ച്, ഭൂമിയിൽ പെയ്യുന്ന മഴ പോലെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ഒരു മഴയെ ഇന്ന് എൻ്റെ മേൽ പെയ്യിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതോടെ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഞാൻ സുരക്ഷിതനാണെന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് മനസ്സിലെങ്കിലും ഒന്ന് പറയണം. ഞാൻ സുരക്ഷിതനാണെന്നും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ ഉള്ളതെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സുരക്ഷിതനാണെന്നും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ ഉള്ളതെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമോ? വീഴാതെയും തകരാതെയും നശിക്കാതെയും എന്നെ സൂക്ഷിക്കണമേ. വീഴാതെയും തകരാതെയും നശിക്കാതെയും എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് സൂക്ഷിക്കണമേ. വീഴാതെയും തകരാതെയും നശിക്കാതെയും എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറയെയും അങ്ങ് സൂക്ഷിക്കണമേ. ആമേൻ. കണ്ണുകളെ അടച്ച് ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് സങ്കീർത്തന വചനം പറയുന്നുണ്ട്: യഹോവ എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടികളിൽ അവിടുന്ന് എന്നെ നയിക്കും, എനിക്കൊരു ദോഷവും വരികയില്ല. സമൃദ്ധി നൽകി ദൈവം എന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ചേർന്ന് പ്രാർത്ഥനയോടെ പറയുകയാണ്: യഹോവയാം ദൈവമൻ ഇടയനത്രേ. ചേർന്ന് പറഞ്ഞേ: ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. ഒരിക്കൽ കൂടി പാടി: യഹോവയാം
ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശൈകളിൽ അവൻ എന്നെ കിടത്തുന്നു. പിന്നെയോ സ്വസ്ഥതയാർ ഉറവിങ്കലേക്ക് അവൻ എന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തും. ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. എന്താണ് കാരണം? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻ വഴിമേൽ. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻ വഴിമേൽ. ആ പാടിയത് ഇന്നൊരു അനുഭവമാകട്ടെ, ആ പാടിയതൊരു അനുഭവമാകട്ടെ. ഇന്ന് ദൈവവചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒന്നിലധികം അനുഗ്രഹങ്ങളെ തന്ന് ഈ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിവിടെ ഒത്തിരി കഷ്ടപ്പെട്ടും ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് വന്നത്. ഒന്നിലധികം അനുഗ്രഹങ്ങളെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാടിയതുപോലെ ഞങ്ങളത് വിശ്വസിക്കുവാണ്, അത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, അതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. ഇന്ന് രോഗികളുടെ മേൽ സൗഖ്യമുണ്ടാകണമേ, വലിയ വിടുതലുകൾ സംഭവിക്കണമേ, ദൈവീകമായ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ, സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ, സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ, സമാധാനം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവോട് ഞങ്ങളെ നയിക്കണമേ. ഇന്ന് എഴുതി സമർപ്പിച്ച സകല പ്രാർത്ഥനകളുടെ മേലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് മഴയായിരുന്നിട്ടും പ്രതികൂല കാലാവസ്ഥയൊക്കെ ആയിരുന്നിട്ടും ധാരാളം ആളുകൾ നല്ല പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെ ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഓരോരുത്തരെയും കാണുന്നത്, പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ, നിങ്ങൾക്കത് ഒരു വലിയ സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഒരാൾ ദൈവവചനം കേൾക്കുമ്പോൾ അയാൾ ആ വ്യക്തിയിൽ ആദ്യം സംഭവിക്കുന്ന അത്ഭുതം എന്താണെന്നറിയാമോ? ഒരാൾ വചനം കേൾക്കുമ്പോൾ, ഒരാൾ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിയിൽ ആദ്യം സംഭവിക്കുന്ന അത്ഭുതം, ആ വചനത്തിൻ്റെ ജീവൻ ആ വ്യക്തിയിൽ നിറയും. ആമേൻ. ആ വചനത്തിൻ്റെ ജീവൻ ആ വ്യക്തിയിൽ നിറയും. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും ആ ജീവൻ നിങ്ങളിൽ സമർത്ഥമായിട്ടുണ്ടാകാനുമാണ്. ഒരാൾ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ ജീവൻ നമ്മളിൽ നിറയും. അതൊരു സംരക്ഷണ ഭിത്തിയായി നമുക്ക് വേണ്ടി നിലകൊള്ളും. ഇത് ഒരാൾ പറഞ്ഞ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. കാരണം
വചനം വിശ്വസിച്ചേറ്റെടുക്കുമ്പം ആ വചനത്തിൻ്റെ ജീവൻ നമ്മളിൽ നിറയും. അതൊരു സംഭവമായിട്ട് മാറും. ആ വ്യക്തി ഒരിക്കലും നശിച്ചു പോകാത്ത വിധത്തിൽ ആ ദൈവീക ജീവൻ ഒരു വേലി പോലെ ആ വ്യക്തിക്ക് ചുറ്റും നിൽക്കും, ആ കുടുംബത്തിന് ചുറ്റും നിൽക്കും. ഇതെന്നോട് പറഞ്ഞത് ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ആ വ്യക്തി 3 തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഒന്ന്, അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചത് കുറേ ഗുളികകൾ, പ്രഷറിൻ്റെ, ഷുഗറിൻ്റെ കിട്ടിയതെല്ലാം എടുത്ത് കൈക്കകത്ത് അടർത്തിയെടുത്ത് വായിലേക്കിട്ട് വെള്ളം കുടിച്ചു. കുറേ ഗുളികകൾ. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഈ ഗുളിക കഴിക്കുമ്പോൾ എൻ്റെ അവയവങ്ങളൊക്കെ കേടുവരണം, മരിച്ചു പോകണം എന്നാഗ്രഹിച്ചാണ്. അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അദ്ദേഹം എങ്ങനെയോ ആരോ പറഞ്ഞു കേട്ടു, ഒരു സൈസ് ഇല അത് അരച്ച് കുടിച്ചാൽ മതി, മരിച്ചു പോകുള്ളൂ എന്ന്. ആ മനുഷ്യൻ ആ ഇലയെടുത്ത് അത് തപ്പി കണ്ടുപിടിച്ച് മിക്സിക്കകത്തിട്ട് അരച്ച് അത് കുടിച്ചു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. പിന്നെ വേറൊരു സമയത്ത് അയാൾ കെട്ടിത്തൂങ്ങി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറയിൽ കെട്ടിത്തൂങ്ങി. അത് കൃത്യമായി ഒരാൾ ആ സമയത്ത് കാണുകയും വെട്ടിമുറിച്ച് താഴെ ഇടുകയും കഴുത്തിന് ചെറിയൊരു പരിക്ക് പറ്റിയതല്ലാതെ ജീവനോ ഹാനിയൊന്നും സംഭവിച്ചില്ല. അപ്പം അദ്ദേഹം എന്നെ കാണാൻ ഈ ദിവസങ്ങൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, വചനം കേൾക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനേന്ന്. ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനേ. നമ്മൾ കേൾക്കുന്ന വചനമുണ്ടല്ലോ, ചില സമയത്ത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരെ കൂടിയാണ് പോകുന്നെങ്കിലും ഈ വചനത്തിൻ്റെ ജീവൻ നമുക്കൊരു വലിയ സംരക്ഷണം നൽകും. ഒരുപാട് പേർക്കിത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല. വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത് മറന്നു പോകുന്നു. അവിശ്വസിക്കാൻ എളുപ്പമാണ്, വിമർശിക്കാൻ എളുപ്പമാണ്, പക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കേൾക്കുന്ന ഓരോ വചനങ്ങളുമേ വിശ്വസിച്ചേറ്റെടുക്കാൻ ഇച്ചിരി പാടാണ്. അവിശ്വസിക്കാനും വിമർശിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനൊക്കെ വളരെ എളുപ്പമാണ്. അതിന് ഒരു ഒരുക്കവും ആവശ്യമില്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളിന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഞാനൊരു വാക്ക് പറഞ്ഞില്ലേ, വീഴാതെയും തകരാതെയും നശിച്ചു പോകാതെയും എന്നെയും എൻ്റെ കുടുംബത്തെയും സൂക്ഷിക്കണമേ. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ഈ ദൈവിക ജീവൻ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. വീഴാതെയും തകരാതെയും നശിച്ചു പോകാതെയും ദൈവം നമ്മളെ സൂക്ഷിക്കും. എവിടെയും പെട്ടുപോകില്ല. ചിലർ പറയില്ല, ഞാൻ പെട്ടുപോയി, എൻ്റെ സാമ്പത്തികം ഇന്ന സ്ഥലത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്തു, എൻ്റെ സാമ്പത്തികം പെട്ടുകിടക്കുവാണ്, എൻ്റെ ജീവിതം പെട്ടുകിടക്കുക. ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയും ഒരു കുടുംബവും എവിടെയും പെട്ടുപോകില്ല. ഈ വചനമുണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള ദൈവവചനം, അത് വായിക്കാനും പഠിക്കാനും പരീക്ഷ എഴുതാനും മാർക്ക് മേടിക്കാനും മാത്രമുള്ളതല്ല. ഈ പുസ്തകം സർവശക്തനായ ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുത്താൻ കൂടിയുള്ളതാണ്. ഇത് വായിക്കുമ്പം, ഇത് കേൾക്കുമ്പോൾ ദൈവത്തോടുള്ളൊരു മനുഷ്യൻ്റെ ബന്ധം കൂടിക്കൂടി വരും. ഒരു കാര്യം പറയട്ടെ, ഈ ദൈവത്തോടുള്ള ബന്ധത്തിന് കേടുവരുന്നതൊന്നും ചെയ്യരുത് ഒരിക്കലും. എന്ത് ലാഭമുണ്ടെന്ന് പറഞ്ഞാലും, എന്ത് സൗഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞാലും, എത്രയെല്ലാം നേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് കേടുവരുന്നത്, പരിക്ക് പറ്റുന്നത് ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അത് തന്നെ ഒരു അനുഗ്രഹമായി നിങ്ങളിൽ മാറിക്കൊള്ളും. ഹല്ലേലൂയ. ചേർന്ന് എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ
നമുക്ക് ദൈവം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും നമുക്ക് ഏറ്റവും ആഗ്രഹിക്കുന്നതുമാണ് നമുക്ക് ദൈവം തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർ അമ്മമാരാണ്. നിങ്ങളുടെ മക്കൾ, നിങ്ങൾ രാവിലെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മക്കൾ വന്ന് ചോദിക്കും, അല്ലെ ജീവിത പങ്കാളി വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇന്നെന്താ ഉണ്ടാക്കുന്നത്, ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ, ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാ ദിവസവും ഇന്നലെയും ചോദിക്കും, ഇന്നും ചോദിക്കും, നാളെയും ചോദിക്കും, ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ് ആ ഭക്ഷണം പാകം ചെയ്യുന്നെങ്കിൽ നമുക്കിഷ്ടമുള്ളതായിരിക്കും അവരുണ്ടാക്കുന്നത്. നമ്മുടെ ഇഷ്ടം അവർക്കറിയാം. അടുക്കളയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവർക്ക് ജീവിത പങ്കാളിയുടെ, മാതാപിതാക്കളുടെ, മക്കളുടെ ഇഷ്ടങ്ങൾ അറിയാം. അവരുടെ ഇഷ്ടത്തിനൊക്കെ ഉള്ളതായിരിക്കും ആ അടുക്കളയിൽ അന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന വചനവുമായി ചേർത്ത് വയ്ക്കട്ടെ. നമ്മുടെ ദൈവം ഓരോ ദിവസവും വചനം തന്ന് നിങ്ങൾക്കത് പ്രാർത്ഥനയായി നിങ്ങളോട് പറയുമ്പം നിങ്ങൾക്ക് ദൈവം എന്താ ഉണ്ടാക്കി തരുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത്, നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നത്, നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായതായിരിക്കും ദൈവവും ഇന്ന് പാകം ചെയ്തു തരുന്നത്. ദൈവവും നിങ്ങൾക്ക് വേണ്ടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന ദൈവം നമുക്ക് തരുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കും. നമ്മളേറ്റവും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നമുക്ക് തരിക. നിങ്ങളും അങ്ങനെയല്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ എന്തേലും അല്ല കൊടുക്കുന്ന, അവർക്ക് ചേരുന്നത്. ആ പുള്ളിക്ക് ആ വാച്ച് ചേരുമായിരിക്കും, ആ ചൂരിദാർ ആ കൊച്ചിന് ചേരും, ആ ഷർട്ട് ആ ടീഷർട്ട് അവന് ചേരുന്ന കളറാണ്. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നത് 1000 രൂപയുടെയോ 2000 രൂപയുടെ ഏതേലും ഒരു തുണിയോ ഷർട്ടോ പാൻസോ ഒന്നുമല്ല, ആ വ്യക്തിക്ക് ചേരുന്നത്. ഇത് ദൈവവചനത്തിൽ എവിടെയാണെന്നറിയാമോ? വളരെ ചുരുക്കമായി ഒന്ന് വേഗത്തിൽ ഞാനത് പറയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 20 മുതലുള്ള വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ദൈവം എന്തേലുമല്ല, ഇത് പറയുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദൈവം എനിക്ക് നിങ്ങൾക്ക് തരാൻ, ചേരുന്നത് തരാൻ ദൈവം കരുതി വച്ചിട്ടുണ്ട്. ചേരുന്നത് തരാൻ ദൈവം ദൈവത്തിൻ്റെ അലമാരിക്കകത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നോ? വാക്യം വായിക്കാം. ഇന്നലെ വായിച്ച് കേട്ടതായിരിക്കും, ഇന്നലെ വായിക്കാം. 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ധൂർത്തപുത്രൻ തിരിച്ചു വരുന്നൊരു സമയത്തെക്കുറിച്ച് വേഗത്തിൽ വായിക്കുകയാണ്, അധികം സമയം എടുക്കില്ല. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. 22-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. തിരിച്ചു വരുമ്പോൾ ഒരു കാര്യമാണ്. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, തൻ്റെ വീട്ടിലുള്ള ചില ദാസന്മാരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക. ഏത് വസ്ത്രമാണ്? മേൽത്തരം വസ്ത്രം. അവന് ചേർന്ന ചില വസ്ത്രം ആ അപ്പൻ ആ വീടിൻ്റെ അലമാരിക്കകത്ത് കരുതി വച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെ ദാസന്മാരോട് പറയും, ഞാൻ കഴിഞ്ഞ മാസം വിട്ട ഒരു ഡ്രസ്സ് അലമാരിയിലുണ്ട്, ഇങ്ങെടുത്തു വന്നേ. ഇല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ മക്കളിൽ ഒരുത്തിന് ഇട്ട ഡ്രസ്സ് അവിടെയുണ്ട്, ആ അലമാരിയിൽ ഒരു ഡ്രസ്സുണ്ട്, ആ പഴയത് അലക്കിയിട്ടത് ഇങ്ങെടുത്തുകൊണ്ട് വന്നേ, വേഗം ഇവന് കൊടുക്കാൻ പറയും. അങ്ങനെയല്ല പറഞ്ഞത്. മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കും. ഈ മേൽത്തരം വസ്ത്രം എങ്ങനെ പെട്ടെന്ന് വരും? കടയിൽ പോയി മേടിക്കാനാണോ പറഞ്ഞത്? അല്ല, ആ വീട്ടിൽ അവന് വേണ്ടി ഇത്രയും നല്ലൊരു വസ്ത്രം ചേരുന്നത് കരുതി വച്ചിട്ടുണ്ടായിരുന്നു. ആമേൻ. എപ്പോഴാണ് തിരിച്ചു വന്ന്, എപ്പോഴാണ് ഇത് കിട്ടിയത്? എവിടെയേലും ഇരുന്നപ്പോഴല്ല, എങ്ങനെയേലും ജീവിച്ചപ്പോഴുമല്ല. ആ മനുഷ്യൻ ആ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് ഒരു ബന്ധത്തിലായപ്പം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന്
കേടുവരുന്നതും പരിക്കു പറ്റുന്നതും ആര് പറഞ്ഞാലും ചെയ്യരുത്. ആ ബന്ധം ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ആ ബന്ധത്തിന് കേടുവരുത്തും, പലരും ആ ബന്ധത്തിന് പരിക്കു പറ്റും. എന്നിട്ട് ശരിക്കും പ്രാർത്ഥിക്കാതൊക്കെ ഇരിക്കും. നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിന് കേടുവരാതിരുന്നാൽ ദൈവം കരുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ അതെത്തും, നിങ്ങളുടെ കൈകളിൽ അതെത്തും. ആമേൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കാഴ്ചക്കാരെ പോലെ വന്നവരല്ല, എന്തൊക്കെയോ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ വന്നവരാണ്. ആ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്തെത്തും. വിശ്വസിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം, ഇവന്റെ കയ്യിൽ മോതിരം. അപ്പൊ എൻ്റെ ഒരു ചോദ്യമുണ്ട്, ഈ പുള്ളി ഒരു മോതിരത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഈ മനുഷ്യൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ ചോദിക്കാതെ ജീവിതത്തിൽ വരുന്നു. കയ്യിൽ ഒരു മോതിരവും കാലിൽ ചെരുപ്പ്. മോതിരം ഇട്ടു. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു മോതിരം മേടിക്കാൻ, ഒരാൾക്ക് വേണ്ടി മോതിരം മേടിക്കാൻ അയാളുടെ വിരലിൻ്റെ വലിപ്പം അറിയാതെ മോതിരം മേടിച്ചാൽ ശരിയാകില്ല. അയാൾക്ക് ചേരുന്നത്, പിന്നെ ഒരാൾക്ക് ആ വിരലിൻ്റെ വലിപ്പം അറിയണം. ഓരോരുത്തർക്കും വിരലിന് ഓരോ വണ്ണത്തിലാണ്, ഓരോ അളവിലാണ്. ചിലർക്ക് ചില മോതിരം കയറില്ല, ചിലർക്കത് ലൂസാണ്. ചില മോതിരമേ അത് ന്യായമായ രീതിയിൽ ഊരിപ്പോകാതെ വിരലെ കിടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ച്, ഈ ധൂർത്തപുത്രന് ദൈവം അവന് ചേർന്ന ഒരു മോതിരവാ അപ്പുറത്ത് കരുതി വച്ചിരുന്നത്. നിങ്ങൾക്ക് ചേരേണ്ട ചില നന്മകൾ, നിങ്ങൾക്ക് ചേരുന്ന ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് കരുതി വച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചോ. അടുത്തത് ചെരുപ്പാണ്. മോതിരം, ആദ്യം മേൽവസ്ത്രം, പിന്നെ മോതിരം, പിന്നെയോ ചെരുപ്പ്. ചെരുപ്പിന് പല അളവുണ്ട്. കാലിൻ്റെ അളവ് അറിഞ്ഞിട്ട് വേണം ചെരുപ്പ് മേടിക്കാൻ. ഏതെങ്കിലും ചെരുപ്പ് മേടിച്ചാൽ ചിലപ്പോൾ കാലേ കയറില്ല, ചിലപ്പോൾ അത് ലൂസായിരിക്കും, ചിലപ്പോൾ ആ കാലിന് ചേരില്ല. അപ്പോൾ അപ്പൻ ഇവന് വേണ്ടി കരുതി വച്ചത് കൃത്യം ആ കാലിന് ചേരുന്നതാണ്. അപ്പോൾ എന്തെല്ലാം കാര്യമാണ്? മേൽത്തരം വസ്ത്രം, അതും ചേരുന്നത്. കയ്യിൽ മോതിരം, അത് ചേരുന്നത്. പിന്നെയോ കാലിൽ ചെരുപ്പ് ചേരുന്നത്. നിങ്ങളുടെ ഇവിടെ ഇരുന്ന് ഇന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുവാണ്, നമ്മളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ചേരുന്നത് ദൈവം എൻ്റെ ജീവിതത്തോട് ഇന്ന് ചേർത്ത് വച്ച് തരുമെന്ന്. ചേരേണ്ടത് ചിലത് ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ഒരു കരമത്തെ ഉയർത്തി, ആ ശബ്ദത്തെ ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്താം. ചേരുന്നത് കണ്ടോ, ഒരപ്പൻ കൊടുത്ത മോതിരം, കൊടുത്ത ചെരുപ്പ് എല്ലാം ചേരുന്നതാണ്. ഈ മകൻ പറഞ്ഞോ, അപ്പാ ഇതൊന്നും ചേരത്തില്ല, എനിക്ക് ഇത് വിരലെ കയറത്തില്ല, ഈ കാലയിൽ ഈ ചെരുപ്പ് കൊള്ളത്തില്ല കേട്ടോ, എനിക്ക് വേറെ ചെരുപ്പാണ് നല്ലത് ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ ഏറ്റവും ഇഷ്ടമുള്ളതിനെ, അവൻ്റെ ശരീരത്ത് ചേരുന്നതിനെയാണ് ദൈവം കൊടുത്തത്. നിങ്ങൾക്കും ചേരുന്ന ചിലതര അനുഗ്രഹമായിട്ട് വരട്ടെ. അടുത്തത്, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ. പുള്ളി കുറേ, ഈ അപ്പനറിയാം, പുള്ളി കുറേ നാളായി പന്നിക്കുഴിയിലും പന്നികളെ നോക്കുന്ന തോട്ടത്തിലുമായിരുന്നു. ഒന്നും നല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ലെന്നറിയാം. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെയാണ് ആ വീട്ടിൽ ഭക്ഷണമായിട്ട് മാറിയത്. ഇപ്പോൾ എത്ര പേര് ആ വീട്ടിൽ വന്നിട്ടുണ്ട്? ഒരാളെ തിരിച്ചു വന്നിട്ടുള്ളൂ. 1 കിലോ കോഴിയിറച്ചി മേടിച്ചാൽ പോരെ, 2 കിലോ ഇറച്ചി മേടിച്ചാൽ പോരെ ഈ പ്രശ്നം പരിഹരിക്കാൻ? ഒരു കാളയെ കൊല്ലേണ്ട കാര്യമുണ്ടോ? പക്ഷേ അവിടെ 1 കിലോ ഇറച്ചി മേടിച്ച് പരിഹരിക്കായിരുന്നു ഈ വിഷയം, അല്ലെങ്കിൽ 2 കിലോ ഇറച്ചി മേടിച്ച് ഈ പ്രശ്നം പരിഹരിക്കായിരുന്നു. ഒരു കാളയൊന്നും കൊല്ലേണ്ട കാര്യമില്ല, ഒരു കോഴിയെ കൊന്നാൽ മതിയായിരുന്നു. പക്ഷേ ആ അപ്പനറിയാം, ഇവൻ കുറേ നാളായി നല്ലൊരു ഫുഡിന് വേണ്ടി കൊതിക്കുന്നൊരു ശരീരം, ഒരു നാവ് ഇവനുണ്ട്. അവനേറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണെന്ന് അവിടെ ഉണ്ടായത്. അവൻ ഏറ്റവും ആഗ്രഹിച്ചൊരു മോതിരമാണ് കയ്യിൽ വന്നത്, അവന് ചേരുന്ന ചെരുപ്പാണ് കാലിൽ വന്നത്, അവൻ ചേരുന്ന വസ്ത്രമാണ് ദൈവം കൊടുത്തത്, അപ്പം കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞത് വെറുതെയല്ല. നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന ആ ജോലി, ഏറ്റവും ചേരുന്ന ആ വീട്, ഏറ്റവും ചേരുന്ന ആ ബന്ധം
ദൈവം നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും. ഇത് ശരിക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് ദൈവവചനത്തിലൂടെ കേൾക്കുമ്പോൾ ഇത് മറന്നു പോകാത്ത വിധത്തിലൊന്ന് സൂക്ഷിച്ചു വെച്ച്, എന്നിട്ട് നിങ്ങളൊന്ന് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ ഇന്നിവിടെ വന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം അനുഗ്രഹ എന്ന പുണ്യഭൂമിയിൽ എല്ലാ ദിവസവും വചനം പറയുന്ന അനേകരെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് പോലും രക്ഷിച്ചെടുത്ത ഈ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ചേർന്നതിനെ എൻ്റെ ജീവിതത്തോട്, കുടുംബത്തോട്, തലമുറയോട് ചേർത്ത് വച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ചേരേണ്ടത് ചേരുമ്പോഴാണ് അത് അനുഗ്രഹമായി, അത് ഭംഗിയുള്ളതായി മാറുന്നത്. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഭംഗിയാകുന്നത്, അനുഗ്രഹമാകുന്നത് ദൈവം ചേർത്ത് വെച്ച് തരട്ടെ. നിങ്ങൾക്കൊരു വീടില്ലായിരിക്കാം, നിങ്ങൾക്കൊരു തലമുറ ഇല്ലായിരിക്കാം, നിങ്ങൾക്കൊരു ജോലി ഇല്ലായിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന തലമുറയെ, ചേരുന്ന ജീവിതത്തെ, ചേരുന്നൊരു ജോലിയെ, ചേരുന്നൊരു ബന്ധത്തെ, ചേരുന്നൊരു വീടിനെ ദൈവം നൽകി ഇന്ന് അനുഗ്രഹിക്കട്ടെ. രണ്ട് കരങ്ങളും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? എന്നിട്ട് ഏറ്റവും ആത്മാർത്ഥതയോടെ, പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ഒരു ബന്ധമാണ് ശരിയായത്, ഒരു ബന്ധമാണ് ശരിയായത്. ആരെല്ലാം എന്തെല്ലാം വിമർശിച്ചാലും പറഞ്ഞാലും കളിയാക്കിയാലും നിനക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് പരുക്കുപറ്റുന്നതും കേടുപറ്റുന്നതും ചെയ്യരുത്. ഈ ബന്ധമാണ് സകല നന്മകളും ജീവിതത്തിൽ വരാൻ കാരണമാകുന്നത്. അങ്ങനെയെങ്കിൽ കണ്ണുകൾ അടച്ച്, നിങ്ങളുടെ ഇടത്തും വലതും മുമ്പിലും പുറകിലും ഇരിക്കുന്ന മനുഷ്യരുണ്ട്. അവരും ഏതെല്ലാമോ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവരാ. വലിയ ബെടപ്പാട് ബെട്ട ഇവിടെ ഒന്ന് വന്നത്, ഒത്തിരി കൊതിയോടെ ഇവിടെ കയറി വന്നത്, കണ്ണുനീരോടെ ഇവിടെ വന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചൊരു അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകാൻ ഇടവരട്ടെ. എല്ലാവരും അധരങ്ങളെ തുറന്ന്, എല്ലാവരും അധരങ്ങളെ തുറന്ന് പറ്റുന്നത് പോലെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദമുയർത്തി, ശബ്ദത്തെ ഉയർത്തി, ദൈവമേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വലിയൊരു വിടുതൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കണമേ. ദൈവമേ, ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ചേരുന്നതിനെ ഇവരുടെ ജീവിതത്തോട് ചേർത്ത് വച്ച് ഇവരെ ഇന്ന് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്താം. ഒരു കാര്യം ദൈവവചനത്തിലൂടെ വീണ്ടും നിങ്ങളോട് പറയുവാണ്. ഒരാളുടെ ജീവിതത്തിലുണ്ടല്ലോ, ദൈവം ഇടപെടുമ്പം അത് ഭംഗിയുള്ള ഒന്നായിട്ട് മാറും. ഒരാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ, ദൈവം ഇടപെടും. മനുഷ്യൻ എത്ര ഇടപെട്ടിട്ടും കാര്യമില്ല. ദൈവം ഇടപെടുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? നമ്മളിവിടെ പാടുകയും വചനം പറയുകയും ചെയ്യുമ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ സർവശക്തൻ ഇടപെടുകയാണ് ചെയ്യുന്നത്. ദൈവം ഇടപെടുക ചെയ്യുന്നത്. ആ വാക്യം ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2 മുതലുള്ള വാക്യം വായിച്ചേ. 2-ാമത്തെ വാക്യം. ഭൂമി രൂപരഹിതവും, ശ്രദ്ധിച്ചു വായിക്കണം. ഇത് വായിക്കുമ്പോൾ ഇത് ഒരു 1500 പ്രാവശ്യം കേട്ടതായിരിക്കും. ഈ ലോകം ഉണ്ടായ സമയത്തെക്കുറിച്ച് എഴുതിയിരിക്കുക. ഭൂമി രൂപരഹിതം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നുമില്ല. രൂപരഹിതം, രൂപമില്ല, രൂപരഹിതവും ശൂന്യവുമായി ഒന്നുമില്ലായിരുന്നു. ഇനി എന്തുണ്ടായിരുന്നു? ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കുറെ ഇരുട്ടാണ്. 3 കാര്യങ്ങൾ: രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം, മുഴുവൻ കൂരാക്കൂരിരുട്ട്. ഒന്നും കാണാനുമില്ല, ഒന്നും കേൾക്കാനുമില്ല, മുഴുവൻ ഇരുട്ട്. ഈ സ്ഥലത്താണ് 3-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്. ദൈവം അരുൾ ചെയ്തു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടപ്പോൾ 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൻ്റെ ഹെഡിങ് വായിച്ചേ. ഏദൻ തോട്ടമായിട്ടത് മാറി. ഇപ്പുറത്തെന്നതാണ്? ഇരുട്ട്, രൂപരഹിതം, ശൂന്യവുമായിരുന്നു. ഈ സ്ഥലത്ത് ദൈവം ഇടപെട്ടപ്പം 2-ാം അധ്യായത്തിൽ അത് ഏദൻ തോട്ടമായി മാറി. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ
അത് ഏദൻ തോട്ടം പോലെ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും. ആമേൻ. 1-ാം അധ്യായം ഇരുട്ടാണ്. 1-ാം അധ്യായം രൂപരഹിതമാണ്. 1-ാം അധ്യായം ശൂന്യതയാണ്. ഒന്നുമില്ല, എല്ലാം ഡിസോർഡറാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം താറുമാറായി കിടപ്പണമെന്നാണ് എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിലോ, ഇനി 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 8-ാമത്തെ വാക്യം, അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ ആക്കി. 10-ാമത്തെ വാക്യം, തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്നൊരു നദി പുറപ്പെട്ടു. അവിടെ നിന്നത് 4 കൈവഴികളായി പിരിഞ്ഞു. 1-ാമത്തേതിൻ്റെ പേര് പിഷോൻ. അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരവാണ്. ഇത് ഭയങ്കര സംഭവമായി. ആരിടപെട്ടപ്പോഴാ ഇതെല്ലാം? ഏദൻ തോട്ടം ഭംഗിയുള്ള, ഏതൊരു മനുഷ്യനും അത്ഭുതപ്പെടുന്ന ഏദൻ തോട്ടമായത് ദൈവം ഇടപെട്ടപ്പോൾ. ദൈവം ഇടപെട്ടപ്പോൾ. ഇന്നലെ ഒരു മനുഷ്യൻ ഇവിടെ ഒരു 1/2 മണിക്കൂർ സാക്ഷ്യം പറഞ്ഞു കേട്ടോ. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ കോടാനുകോടി കടം ബാധിച്ച് മരണത്തിൻ്റെ നിഴൽ വീണ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചൊരു മനുഷ്യനാണ്. ഇതുപോലെയായിരുന്നു രൂപരഹിതവും ശൂന്യവും ഇരുട്ടും. എല്ലാ ദിവസവും വചനം കേട്ടു പ്രാർത്ഥിച്ചു. ഞാൻ ആ സ്ഥലത്ത് പോയതാണ്. ഞാൻ ആ സ്ഥലത്ത് വേറൊരു ധ്യാനത്തിന് പോയപ്പോൾ ആ സ്ഥലത്ത് പോയതാണ്. എനിക്ക് കണ്ടപ്പോൾ വിഷമം തോന്നി. കോടാനുകോടി രൂപ മുടക്കി പണിതിരിക്കുന്ന കെട്ടിടത്തിനകത്ത് പോലും മരങ്ങൾ കിളുത്തു വന്നിരിക്കുന്നു. മുഴുവൻ പണി കഴിഞ്ഞ കെട്ടിടമല്ല, മുഴുവൻ ആലും മരവും കെട്ടിടത്തിനകത്ത് നിന്ന് വളർന്ന് വേരുകൊണ്ട് അതെല്ലാം ഇനി ഇടിച്ച് പൊളിച്ച് JCBക്ക് പൊളിച്ച് കളയാനേ പറ്റത്തുള്ളൂ. ഇനി അത് പുതുക്കി പണിയാൻ പറ്റത്തില്ല. ഇതെങ്ങനെ കച്ചവടമാകും? ഇതെങ്ങനെ നടക്കും? ഈ മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചു. ഇന്നലെ ഈ മനുഷ്യൻ കഴിഞ്ഞ 2-3 മാസമോ 4-5 മാസമായി ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അദ്ദേഹം ഒരു നേർച്ച നേർന്നിട്ടാണ് പോയത്. ഇനി ഞാൻ ഇവിടെ വരുവാണെങ്കിൽ, വരാനൊത്താൽ ഒരു സാക്ഷ്യമായിട്ടേ ഞാനിവിടെ വരത്തുള്ളൂ. ഇന്നലെ വന്നപ്പോൾ ആ സ്ഥലത്തിനൊരാൾ വില പറഞ്ഞുവെന്നും അതിന് ടോക്കൺ കിട്ടിയെന്നും ആദ്യം തീരുമാനിച്ചത് ഇവിടെ വരണമെന്നാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ 1-ാം അധ്യായം വായിക്കുമ്പോൾ കേട്ടു. ദൈവം ഇടപെടുന്നതിന് മുമ്പ് രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, ആഴിക്ക് മുകളിൽ അന്ധകാരം, ഒന്നുമില്ല. 2-ാം അധ്യായം 5-ാം വാക്യം വരുമ്പോൾ ആ ഒന്നുമില്ലായ്മയെന്ന് നേരെ ദൈവം ഇടപെട്ടപ്പോൾ അത് നദികളുള്ള, ഭംഗിയുള്ള, പഴങ്ങൾ കായ്ക്കുന്ന തോട്ടങ്ങളുള്ള ഏദൻ തോട്ടമായിട്ട് മാറി. ഇതുപോലെ ദൈവം ഇടപെടുമ്പോൾ ജീവിതത്തെ മാറ്റാൻ, അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. ഇവിടെ ഇരിക്കുന്ന ചില ആളുകളുടെ ജീവിതവും രൂപരഹിതമായിരിക്കും, തകർന്നിരിക്കുമായിരിക്കും, ആകെ ക്ഷീണിച്ചിരിക്കുമായിരിക്കും. ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിച്ചോ, ദൈവം ഇവിടെ വച്ച് ഇടപെടുമ്പോൾ ആ രൂപരഹിതവും ശൂന്യവും ഇരുട്ടും മാറി ആ സ്ഥലം ഏദൻ തോട്ടമായതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ചില വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ ദൈവത്തിന് ഇന്നും കഴിയും. ചിലർ കടബാധ്യതയിലാണ്, ചിലർ രോഗത്തിലാണ്, ചിലർ അകലത്തിലാണ്, ചിലർ പിണക്കത്തിലാണ്, ചിലർ വാശിയിലാണ്, ചിലർ ദേഷ്യത്തിലാണ്, ചിലർക്ക് നാളെക്കുറിച്ച് ഇനി എന്തു ചെയ്യണമെന്ന് അറിയില്ല. ചിലർ ഇവിടെ വന്നതിന് ശേഷവും പലപ്പോഴും ചിന്തിച്ചു, നിരാശയോടെ ചിന്തിച്ചു, ഇനി മരിക്കേണ്ടി വരുമോ, ജീവിതം കൈവിട്ടു പോകുമോ. നിങ്ങൾ ഇവിടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. രൂപരഹിതവും ശൂന്യവും ആഴിക്ക് മുകളിൽ ഇരുട്ടായിരുന്ന സ്ഥലത്തെ ഏദൻ തോട്ടമാക്കാൻ ദൈവത്തിന് പറ്റിയെങ്കിൽ ദൈവം ഇടപെടുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ കുടുംബം മാറും, സ്വഭാവം മാറും, സാഹചര്യങ്ങൾ മാറും, സാമ്പത്തികത്തിൽ മാറ്റം വരും. കാരണം ഇവിടെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഒരാൾ ദൈവത്തോടടുക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ മനുഷ്യനല്ല കുഞ്ഞെ ജീവിതത്തിൽ ഇടപെടുന്നത്, ദൈവമാണ് നിങ്ങളിൽ ഇടപെടാൻ പോകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, പാടുമ്പോൾ ദൈവത്തിന് ഇടപെടാനുള്ള സാഹചര്യത്തെ നമ്മളായിട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത്. ആ കണ്ണുകളൊന്ന് അടച്ച് ഈ വചനം മറക്കല്ല്. ബൈബിൾ തുടങ്ങുന്നത് ദൈവം എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. അന്നേരം ഉള്ളത് രൂപരഹിതം, ശൂന്യം, ആഴിക്ക് മുകളിൽ ഇരുട്ട്. അവിടെയാ ദൈവം ഇടപെട്ടത്. ഇടപെട്ട് കഴിഞ്ഞപ്പോഴോ
വീണ്ടും എഴുതിയിട്ടില്ല. അത് അതുപോലെ തന്നെയായി രൂപരഹിതവും ശൂന്യവും ഇരുട്ടുമായി കിടന്നു എന്നല്ല, അത് ഏദൻ തോട്ടമായിട്ട് മാറി. ഏതൊരു വ്യക്തി അത്ഭുതപ്പെടുന്ന രീതിയിൽ അതിൻ്റെ അവസ്ഥ മാറി. ഇന്നും ദൈവത്തിന് ഇത് സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് മാറ്റാനാ ദൈവം ഇവിടെ കൊണ്ടുവന്നേ. നിങ്ങളുടെ ജീവിതത്തിലെ അസ്വസ്ഥതകളെ മാറ്റി ഏദൻ തോട്ടം പോലെ നിങ്ങളുടെ ജീവിതത്തെ കുടുംബത്തെയൊക്കെ മാറ്റാനാ ഈ സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്നത്. നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് ചേരേണ്ടതിന്, എനിക്ക് ചേർന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തരണമേ. അങ്ങ് എനിക്ക് വേണ്ടി കരുതിയത് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ആമേൻ. ഇരിക്കാമോ? ഇന്ന് ഈ കേട്ട വചനം നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് അത് പല പ്രാവശ്യം പറഞ്ഞും പ്രാർത്ഥിച്ചും പാടിയത്. ഇനി അടുത്തൊരു കാര്യവും നിങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ ജീവൻ നമ്മളിൽ നിറയും. ആ ജീവൻ നമ്മളെ ദൈവം സംരക്ഷിക്കാനിടവരും. ദൈവത്തിൻ്റെ സംരക്ഷണയെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമുണ്ട്, ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട്. നമ്മുടെ വീട്, നമ്മുടെ ആരോഗ്യം ഒക്കെ ദൈവത്തിൻ്റെ ഒരു കരുതൽ വേണം. ആരോഗ്യമുള്ളപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ശരീരത്തെ എന്നും ആരോഗ്യത്തോടെ സൂക്ഷിക്കണമേ. എന്നും പ്രാർത്ഥിക്കണം. നോക്കി നിൽക്കുമ്പോഴാണ് മനുഷ്യൻ മരിച്ചു വീഴുന്നത്. നോക്കി നിൽക്കുമ്പോഴാണ് ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ മരിക്കുന്നത്, പെട്ടെന്ന് മരിക്കുന്നു. ഇന്ന് വർത്താനം പറഞ്ഞ് കണ്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരുവാണ്, ആ ആൾ മരിച്ചു പോയി കേട്ടോ. ഞാൻ അരമണിക്കൂർ മുമ്പ് ടൗണിൽ വെച്ച് കണ്ടതാണ്, എന്നെ കണ്ട് മിണ്ടിയതുമാണ്, പുള്ളി മരിച്ചു പോയെന്നോ. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മുടെ മുമ്പിൽ പലരും വേഗത്തിൽ മരിച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് പല മനുഷ്യരും രോഗിയാകുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരും രോഗം വരുവോ മരിച്ചു പോകുവോ എന്ന് പേടിയുള്ളവരാണ്. ശരീരത്തിൽ ചില തടിപ്പുകളുണ്ട്, പേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാത്തവരുണ്ട്. ഡോക്ടർ സംശയം പറഞ്ഞതിൻ്റെ പേരിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടവരുണ്ട്. നമ്മളെപ്പോഴും വിശ്വസിക്കുവാണ്, ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും അകവും പുറവും ദൈവമേ നിൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കാൻ ഞാൻ ഏൽപ്പിക്കുന്നു. നമുക്കുള്ളതിനെ നമ്മളെത്ര സൂക്ഷിച്ചാലും അത് പോരാ. നമ്മളെ സൃഷ്ടിച്ച ദൈവം അതിനെ സൂക്ഷിക്കണം. അപ്പോഴേ അത് സംരക്ഷണമാവുള്ളൂ. എനിക്ക് നല്ലൊരു ബോധ്യം കിട്ടിയൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്നവരെ, ആ കുടുംബത്തെ ദൈവം സൂക്ഷിക്കും. സൂക്ഷിക്കും. ആ വ്യക്തി തകർന്നു പോകാനും വീണു പോകാനും നശിച്ചു പോകാനും ദൈവം സമ്മതിക്കത്തില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്ന അബ്രാഹത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്ന അബ്രാഹാം. നിങ്ങളും ദൈവത്തിൻ്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഗുണമുണ്ട്, ഇതിനൊരു വിലയുണ്ട്, ഇതിനൊരർത്ഥമുണ്ട്, ഇതൊരു അനുഗ്രഹമാണ്. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. ഇവിടെ ലോകത്തിൽ ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ കേട്ടു, ഞാൻ ജർമ്മനി പോയപ്പോൾ കണ്ടു എന്നൊന്നും പറയുന്നതല്ല ഇവിടെ പറയുന്നത്. ദൈവവചനത്തിലെ കാര്യങ്ങളാണ് ചില അനുഭവങ്ങളിലൂടെ പ്രസംഗിക്കുന്നത്. അപ്പുറത്തെ പുസ്തകത്തിൽ വായിച്ച് കേട്ടു, ഇപ്പുറത്തൊരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, അതെടുത്തു, ഇവിടുന്ന് ഇത് കടവെടുത്ത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് എന്തെങ്കിലും പറയുമല്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ പ്രയോജനപ്പെടാതെ പോകില്ല. ഈ മഴയും പിടിച്ച് ഈ നനഞ്ഞും യാത്ര ചെയ്തും വണ്ടി ഓടിച്ചും ഒക്കെ വന്നത്, ദൂരേന്ന് വന്നത് വെറുതെയായി പോയി, വരണ്ടായിരുന്നു എന്ന് പറയില്ല. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കാണുമ്പോൾ കാണത്തക്ക വിധം, അല്ലെങ്കിൽ നോക്കുമ്പോൾ കാണുന്ന വിധത്തിൽ, അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാവും. ഉറപ്പാണ്. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പ്രാർത്ഥിച്ചു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും.
വായിക്കാം. 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു. കർത്താവ് അബ്രാഹത്തോട് അരുളി ചെയ്തു. അപ്പോൾ അബ്രാഹാം പറഞ്ഞില്ല, എനിക്ക് നേരമില്ല, പിന്നീട് എപ്പോഴേലും ഫ്രീ ടൈം കിട്ടുമ്പോൾ വല്ലോ അരുളി ചെയ്യ്. അബ്രാഹാം ഒന്നും പറഞ്ഞില്ല. അബ്രാഹാം വാക്ക് കേൾക്കുവാണ്. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഇത് ആരോട് പറഞ്ഞതാ? ദൈവം അബ്രാഹത്തോട് സംസാരിച്ചതാണ്. ഇത് അബ്രാഹാം അനുസരിച്ചോ ഇല്ലയോ? 4-ാമത്തെ വാക്യം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാഹാം ഒന്നും കൂടെ വായിച്ചേ. അത് കേട്ടിട്ട് അത് തോന്നലായിരിക്കും. ഇതൊന്നും കേട്ടിട്ട് വല്ല കാര്യമുള്ള കാര്യമാണോ പുള്ളി പറയുന്നത്? തർക്കുത്തരം പറയുകയോ സംശയിക്കുകയോ അതിനെ മറുതലിച്ച് പറയുകയോ ചെയ്ത് പോവല്ല, അതിനെ സ്വീകരിച്ചു. കർത്താവ് കൽപ്പിച്ചതെല്ലാം, ആ വാക്കുകളെല്ലാം അബ്രാഹാം അനുസരിച്ചു. അത് കേട്ടു, അതിനോട് മറുതലിച്ചില്ല. ഈ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു പ്രതിസന്ധി ഉണ്ടായി. അതായത് ഈ അബ്രാഹത്തിൻ്റെ ഭാര്യയെ സ്ഥലത്തെ രാജാവ് എടുത്തുകൊണ്ട് പോയി. രാജാവിന് ഇഷ്ടപ്പെട്ടു. ആരുടെ ഭാര്യയെ? അബ്രാഹത്തിൻ്റെ ഭാര്യയെ. അന്നത്തെ കാലമാണ്, രാജഭരണമാണ്, രാജാവിന് ഇഷ്ടമായ എല്ലാം. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഒരാളെ കൊന്നിട്ടായാലും ആ ഇഷ്ടം രാജാവിനെ നടത്തും. അന്നത്തെ കാലത്ത് അബ്രാഹത്തിൻ്റെ ഭാര്യ സുന്ദരിയായിരുന്നുവെന്നും ഈ അബ്രാഹത്തിൻ്റെ ഭാര്യയെ സ്ഥലത്തെ അബിലമേക്ക് എന്ന രാജാവ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അബ്രാഹത്തിന് തോന്നി, മിക്കവാറും രാജാവ് പടയാളികളെ വിട്ട് എൻ്റെ കഴുത്ത് വെട്ടിക്കളയും, എന്നെ കൊന്നുകളയും. അതുകൊണ്ട് ഇത് വലിയൊരു പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് അബ്രാഹാം ഭാര്യയായ സാറായോട് പറഞ്ഞു, സാറാ, നീ എൻ്റെ ഭാര്യയാന്ന് ഒരു മനുഷ്യനോട് പറഞ്ഞേക്കല്ലേ. ആര് ചോദിച്ചാലും പറയണം, അബ്രാഹത്തിൻ്റെ സിസ്റ്ററാണ് ഞാൻ, സഹോദരിയാന്നേ പറഞ്ഞേക്കാവുള്ളൂ, ഞാൻ സഹോദരനാന്നേ പറയാവുള്ളൂ. അതായത് അബ്രാഹത്തിന് ആ വ്യക്തിയുടെ ഭാര്യയെപ്പോലും സംരക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഒരു ഭർത്താവിൻ്റെ ഒരു അവസ്ഥ നോക്ക്. ഭാര്യയെ സംരക്ഷിക്കാൻ കഴിവില്ലാതായി. ഭാര്യയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാജാവ് ഇദ്ദേഹത്തെ കൊന്നുകളഞ്ഞേച്ച് ഭാര്യയെ കൊണ്ടുപോയി കൊട്ടാരത്തിൽ അയാളുടെ ഭാര്യയാക്കും. അപ്പോൾ ജീവനെ പേടിച്ച് അബ്രഹാം പറഞ്ഞു സാറായോട്, എൻ്റെ ഭാര്യയാന്ന് നീ ആരോടും പറഞ്ഞേക്കല്ലേ, നീ കാഴ്ചയിൽ സുന്ദരിയാണ്, നിന്നെ രാജാവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നെ മിക്കവാറും പുള്ളി ആളെ വിട്ട് കൊന്നുകളയും, അതുകൊണ്ട് നീ ആര് ചോദിച്ചാലും അബ്രാഹാം എൻ്റെ സഹോദരനാണ്, ബ്രദറാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത് ആ രാജ്യത്ത്. ഞാനത് വായിക്കാം. പക്ഷേ ദൈവവചനം കേട്ട അബ്രാഹത്തിന്, അവൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു കേട് വരാൻ ദൈവം സമ്മതിച്ചില്ല. രാജാവിന് പോലും ഈ വ്യക്തിയെ തൊടാൻ പോലും പറ്റിയില്ല. അന്ന് രാത്രിയിൽ ഒരു സ്വപ്നത്തിലൂടെ ദൈവം രാജാവിന് ഇടപെട്ടു, രാജാവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. നീ ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട ഒരുത്തൻ്റെ ഭാര്യയാണ് അവൾ തൊട്ടേക്കരുതെന്ന് പറഞ്ഞു, ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. രാജാവ് അത്ഭുതപ്പെട്ടു, പേടിച്ചു പോയി. അബ്രാഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ എന്തിനാണ് നുണ പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാണ് നിങ്ങൾ സിസ്റ്ററാന്ന് പറഞ്ഞത്? സഹോദരിയാന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത്. അബ്രഹാം പറഞ്ഞു, ഞാൻ പേടിച്ചിട്ടാണ് പ്രഭോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എൻ്റെ ഭാര്യയാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ ജീവൻ അപകടത്തിലായി പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. ഇനി ഒരു കാര്യം കേൾക്കണം, ദൈവത്തിൻ്റെ വാക്ക് കേട്ട ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഒരു ദോഷവും വരാതെ, അതാ മുമ്പേ പറഞ്ഞത്, തകർന്നു പോകാതെ, നശിച്ചു പോകാതെ, വീണു പോകാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്, എനിക്ക് ഒരു ദോഷവും വരികയില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരാളാണ്. ഇത്രയും വില വരാനുള്ള കാരണം എന്താ? ഈ കുടുംബത്തെ ദൈവം ഇതുപോലെ സൂക്ഷിക്കാൻ കാരണം ദൈവത്തിൻ്റെ വാക്ക് കേട്ട ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ ഏത് ദേശത്തു നിന്നോ ഏത് നാട്ടിൽ നിന്നോ വന്ന ആളാകട്ടെ,
നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളായിരിക്കാം ഈ വാക്കും ഈ വചനവും ഇന്ന് കേൾക്കുന്നത്. നിങ്ങളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു കേടും വരാതെ, ഒരു പരിക്കും വരാതെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഒരു സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. ഞാൻ ആ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം. അബ്രാഹാം അവിടെ നിന്ന് നെഗവ് പ്രദേശത്തേക്ക് തിരിച്ചു. അബ്രാഹാം ഒരു സ്ഥലത്ത് നിന്ന് നെഗബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. കാദേശിനും ശൂരിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു. ഈ 2 സ്ഥലത്തിന്റെ ഇടയ്ക്ക് പുള്ളി ഒരു വീടൊക്കെ പണിത് അവിടെ താമസിച്ചു. കാദേശിനും ശൂരിനും ഇടയ്ക്ക് താമസിച്ചു. അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു. തൻ്റെ ഭാര്യ സാറായിയെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണെന്നത്രേ അവൻ പറഞ്ഞിരുന്നത്. എന്നാ പറഞ്ഞത്? ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറഞ്ഞു, ഭാര്യയൊന്നുമല്ല, പുള്ളി എൻ്റെ സഹോദരിയാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്തിനാണ് ഈ നുണ പറയുന്നത്? പേടിച്ചിട്ട്. ഒന്നും കൂടെ വായിക്കാം. അവൾ എൻ്റെ സഹോദരിയാണെന്നത്രേ അവൻ പറഞ്ഞത്. ഗരാറിലെ രാജാവായ അബിമെലേക്ക് സാറായെ ആളയച്ച് വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു. ആരെ? അബ്രാഹത്തിൻ്റെ ഭാര്യയെ ആളയച്ചു വരുത്തി പറഞ്ഞ നേരം കൊണ്ട് കൊട്ടാരത്തിലെത്തിച്ച് സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ ആ വ്യക്തിയുടെ ശരീരത്ത് തൊടാൻ രാജാവായിരുന്നിട്ടും പറ്റിയില്ല. അന്ന് രാത്രിയിലൊരു പേടിക്കുന്ന സ്വപ്നം കണ്ടു പുള്ളി ഞെട്ടി. വായിക്കാം. ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട്, അതാ നോക്കിയേ, ദൈവത്തിൻ്റെ കരുതൽ നോക്കിക്കേ. 10 ദിവസം കഴിഞ്ഞിട്ടല്ല ഇടപെട്ടത്. ഒരു ദൈവവചനം കേൾക്കുന്ന ഒരുത്തന് ദൈവം സ്വർഗം എന്തേരെ വില കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുത്തന്, ഈ ഭൂമിയിലുള്ള ഒരാൾക്ക് ദൈവം സ്വർഗം എത്ര വില കൊടുക്കുന്നുണ്ടെന്ന അർത്ഥം. ഈ അബ്രാഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടുപോയത് ലോക്കൽ ഒരാളല്ല, രാജ്യം ഭരിക്കുന്ന രാജാവാണ്. പക്ഷെ പുള്ളിക്ക് ആ വ്യക്തിയുടെ മേൽ തൊടാൻ പറ്റിയിട്ടില്ല. രാത്രി സ്വപ്നത്തിലൂടെ ദൈവം ഇടപെട്ടു. എന്നിട്ടോ ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമെലേക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരുവാൻ ഒന്നും അല്ലാത്തവനായി പോകുന്നു പറഞ്ഞു. നീ സ്വന്തമാക്കിയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഭാര്യയാണ്. അത് ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. ആ ഒരൊറ്റ കാരണത്താൽ നീ പണമായി മാറുമെന്നല്ല, നീ പിണമായിട്ട് മാറും. ഒന്നും അല്ലാണ്ടായി പോകുമെന്ന് പറഞ്ഞു. പുള്ളി ഞെട്ടിപ്പോയി, ഭയപ്പെട്ടു പോയി. ഞാനിത് വായിക്കുന്നത് പുള്ളി പേടിച്ചു പോയതിനെക്കുറിച്ചല്ല. ദൈവത്തിൻ്റെ വാക്ക് തൊട്ടു പുറകിലത്തെ അധ്യായം, ആ വാക്ക് കേട്ട് അനുസരിച്ച് അബ്രാഹത്തെ, ആ കുടുംബത്തെ ദൈവം ഒരു പരിക്കും പറ്റാതെ, ഒരു കേടുവരാതെ സൂക്ഷിക്കുന്നത് 20-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതൊന്നും വെറുതെ ആവില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്നത് വെറുതെ ആവില്ല. ഞാൻ ഈ വചനം പ്രസംഗിക്കാൻ ഇവിടെ ഒരുങ്ങിയത് വെറുതെ ആവില്ല. ഈ ഡയറിയിൽ ഒരാഴ്ച ഇരുന്ന് കുത്തിക്കുറിച്ചത് വെറുതെ ആവില്ല. എന്നെ ദൈവം സൂക്ഷിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പ്. ഇനി എത്ര വലിയ ആളോ, എത്ര ശക്തനോ, ഏത് മന്ത്രവാദിയോ, ഏത് കൂടോത്രക്കാരനോ, ക്ഷുദ്രം ചെയ്യുന്നവനോ ചെയ്യാൻ നോക്കിയാൽ, തകർക്കാൻ നോക്കിയാൽ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവനെ സൂക്ഷിക്കുന്ന, അതും ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നു. ഭദ്രമായി സൂക്ഷിക്കുന്ന ദൈവം. ഇവിടെ ശ്രദ്ധിച്ചേ, കൃത്യം അബ്രാഹത്തിൻ്റെ ഭാര്യയെ രാജാവ് കൊണ്ടുപോയി കൊട്ടാരത്തിന് മുറിക്കകത്ത് വെച്ചിരിക്കുകയാണ്. അയാൾ ഭാര്യയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അന്ന് രാത്രി തന്നെ ദൈവം ഇടപെട്ടു. ഇനി അടുത്ത ഭാഗം. അവൾ ഒരുവന്റെ ഭാര്യയാണ്. അബിമെലേക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു. അവൻ ചോദിച്ചു, കർത്താവേ. 6-ാമത്തെ വാക്യം. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, നിർമ്മല ഹൃദയത്തോടെയാണ് നീ ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്കെതിരെ പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. ദൈവം തടഞ്ഞു. രാജാവിനെ ദൈവം തടഞ്ഞു. ആ വ്യക്തിയെ തൊടാത്ത വിധത്തിൽ ദൈവം ആ വ്യക്തിയെ തടഞ്ഞു നിർത്തി. നമ്മുടെ ഞാൻ 2 ആഴ്ച മുമ്പ് ഒരിക്കൽ പ്രസംഗിച്ചു, ദൈവത്തിൽ നിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങളോ തകർച്ചകളോ അവിടെ നിന്ന് വന്നാൽ ദൈവം അതിനെ തടഞ്ഞു നിർത്തും, അവിടെ നിർത്തും. ആ രോഗം വരാതെ, ആ തകർച്ച വരാതെ, ആ പ്രതിസന്ധിയിൽ പെട്ടുപോകാതെ ദൈവം തടഞ്ഞു നിർത്തും. ഇവിടെ എഴുതിയിട്ടുണ്ട്,
അവനെ ഞാനാണ് തടഞ്ഞു നിർത്തിയത്. എന്തിനാ ഇത്രയും ഒരു വില ഈ അബ്രാഹത്തിൻ്റെ ഭാര്യയ്ക്ക് കിട്ടാൻ കാരണം? ഭർത്താവായ അബ്രാഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച ആളാണ്. അതുകൊണ്ട് ആ കുടുംബത്തെ ദൈവം സംരക്ഷിക്കുന്നത് കണ്ടോ. ഇവിടെ ഇരിക്കുന്നത് കുടുംബനാഥനാകാം, ഇവിടെ ഇരിക്കുന്നത് ഭാര്യയാകാം, ഭർത്താവാകാം, യുവാവാകാം, യുവതിയാകാം, വീട്ടിലെ ഒരാളാകാം. നിങ്ങളെ വചനം കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത് ദൈവീക സംരക്ഷണമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കും ഒരു ദോഷം വരികയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളും തകർന്നു പോകാൻ ഇടവരില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആരും നശിച്ചു പോകാൻ ഇടവരില്ല. ദൈവത്തിന്റെ കരുതലുള്ള ഒരു കരം നിങ്ങളുടെ മേലുണ്ട്. ഒന്ന് പറഞ്ഞേ, ഒരു കരം ഉയർത്തി ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയോ 8ാമത്തെ വാക്യം, രാജാവ് അബീമേലെക്ക് അതിരാവിലെ എഴുന്നേറ്റു, സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. അവർ ഏത് കാര്യം പറഞ്ഞു? അബ്രാഹത്തിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും രാജ്യത്ത് മുഴുവൻ സംസാരിച്ചു. ആദ്യ രാവിലെ എഴുന്നേറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഇപ്പോൾ ഈ കുടുംബം ആ രാജ്യത്തിൽ പലരാലും അറിയപ്പെടുന്ന 1-ാം നമ്പർ കുടുംബം. രാജാവിന് പോലും ഇപ്പോൾ ഈ കുടുംബത്തെ അറിയാം. ഇന്ന് നിങ്ങൾ എവിടെയായാലും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവനെ ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് മുമ്പിലെത്തിക്കാൻ, പലരുടെയും മുമ്പിലെത്തിക്കാൻ ദൈവത്തിന് പറ്റും. ഇന്ന് വർഷിപ്പ് നടത്തി ജോയിച്ചേട്ടൻ പറഞ്ഞില്ലേ, ഞാൻ പലരുടെയും പുറകിലായിരുന്നു, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. പക്ഷെ ദൈവം എന്നെ പലരുടെയും മുമ്പിലെത്തിച്ചു. വചനം കേട്ട കുടുംബത്തെ, വചനം കേട്ട അബ്രാഹത്തിൻ്റെ കുടുംബത്തെ ഒരു നിമിഷം കൊണ്ട് ആ രാജ്യത്ത് പലരാലും അറിയപ്പെടുന്ന ഒരു നല്ല കുടുംബമായി മാറി. നിങ്ങൾ ഇന്ന് എവിടെയായാലും, ഏറ്റവും പുറകിലായാലും, നിങ്ങളെ ഒരു അനുഗ്രഹത്തിൽ എത്തിക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പിലാണ് നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്തത് 17ാമത്തെ വാക്യം. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. 17ാമത്തെ വാക്യം, അബ്രാഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബീമേലെക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി. ഇനി 18ാമത്തെ വാക്യം വായിക്കുമ്പം, അബ്രാഹത്തിൻ്റെ ഭാര്യയെ സ്ഥലത്തെ രാജാവ് സ്വന്തമാക്കിയതിൻ്റെ പേരിൽ, അവരൊറ്റ കാര്യം ചെയ്തതിൻ്റെ പേരിൽ ആ കൊട്ടാരത്തിൽ ഒരാൾക്കും മക്കളില്ലാത്തൊരു കാലം വന്നു. എല്ലാവരെയും ദൈവം വന്ധ്യകളാക്കി. ഒരാൾക്കും മക്കളില്ല. അത് താഴെ എഴുതിയിട്ടുണ്ട് 18ാമത്തെ വാക്യം. കാരണം അബ്രാഹത്തിന്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് അബീമേലെക്കിന്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കിയിരുന്നു. ഒറ്റയാൾക്കും പിള്ളേരില്ല. ഇതിനു മാത്രം വലിയ തെറ്റ് ചെയ്തോ? ദൈവവചനം കേട്ട അബ്രാഹത്തിൻ്റെ കുടുംബത്തിന് ദൈവം എത്ര വില കൊടുത്തിട്ടുണ്ട്, ദൈവം എത്ര കാര്യമായിട്ട് കണ്ടുവെന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കില്ലേ, 1000 രൂപ പോയി, 500 രൂപ പോയി, 200 രൂപ മുടക്കിയാണ് വന്നത്, കടം മേടിച്ചാണ് വന്നത്, ഇന്ന് സമയമില്ലാത്ത സമയത്താണ് വന്നത്, പുള്ളിയെ കാണാനും ഒത്തില്ല, കൗൺസിലിംഗ് കിട്ടിയില്ല. നിങ്ങൾ ഈ വചനവേലും കേട്ടോ, ഇതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ വരും. വചനം കേൾക്കുന്ന നിങ്ങൾക്ക് നാട്ടുകാരും പള്ളിക്കാരും പഞ്ചായത്തും എന്തേരെ വില തരുന്നതെന്ന് എനിക്കറിയില്ല. സ്വർഗം വലിയ കാര്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് വിലയുണ്ട്. അതാണ് 20ാം അധ്യായം എഴുതിയിരിക്കുന്നത്. ദൈവ വാക്ക് കേട്ട അബ്രാഹത്തെ കുടുംബത്തെ ദൈവം എങ്ങനെയാണ് സംരക്ഷിച്ചത്? രാജാവ് പോലും വിചാരിച്ചിട്ട് ആ കുടുംബത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു കാര്യം പറയട്ടെ, ദൈവവചനത്തിൽ നിൽക്കുന്ന നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾ വിചാരിച്ചാലും തോൽപ്പിക്കാൻ പറ്റില്ല. തോൽപ്പിക്കാൻ പലരും നോക്കും, പക്ഷെ നിങ്ങൾ തോൽക്കില്ല. നിങ്ങളെ സൂക്ഷിക്കുന്ന, സുരക്ഷിതനായി കൊണ്ടു നടക്കുന്ന, കരുതുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ, മണ്ണിനെ നനയ്ക്കുന്ന മഴ പെയ്യുന്ന പോലെ അനുഗ്രഹത്തിൻ്റെ ഒരു മഴ പെയ്യാൻ ഇടവരട്ടെ. കണ്ണുകളൊന്ന് അടയ്ക്കുമോ? കണ്ണുകളെ ഒന്ന് അടയ്ക്കുമോ? നമ്മൾ കുറച്ച് കാര്യങ്ങളെ കേട്ടുള്ളൂ ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം അബ്രാഹത്തെക്കുറിച്ച്. അബ്രാഹത്തിൻ്റെ ഭാര്യ ഗരാറിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും സംരക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. നിസ്സഹായനായി പോയി. ഭർത്താവ് പറയുവാണ്, ഭാര്യയോട് പറഞ്ഞു, എന്തൊരു ഗതികേടാ നോക്ക്. ഭാര്യയോട് പറഞ്ഞു, നീ ഭാര്യയാണെന്നൊന്നും പറയണ്ട, സഹോദരിയാന്ന് പറഞ്ഞാൽ മതി. ഭാര്യ എന്ന് പറഞ്ഞാൽ പുള്ളി ചിലപ്പോൾ എന്നെ കൊന്നു കളഞ്ഞേച്ച് നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവനെ ഭയമുണ്ട്. പക്ഷേ അബ്രാഹാം ഇങ്ങനെ ഭയപ്പെട്ടത് ശരിയാ.
പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട അബ്രാഹത്തിനോ കുടുംബത്തിനോ ഒരു പോറൽ പോലും ഏൽക്കാൻ ദൈവം അനുവദിച്ചില്ല. നിങ്ങളെ ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നു. ഒരു തകർച്ചയിലും, എന്ത് തകർച്ച വന്നാലും, എന്ത് ദോഷം വന്നാലും ഒരു തിന്മയും തൊടാത്ത വിധം സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെയാണ് പാടിയത്, യഹോവയാം ദൈവം എൻ്റെ ഇടയനാണെന്ന്, അതുകൊണ്ട് എനിക്ക് ഒരു കുറവും വരികയില്ലെന്ന്. ഒന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ, പാട്ടുകാരൻ അത് ബാക്ക്ഗ്രൗണ്ടിൽ അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് പാട്ട് ശ്രദ്ധിച്ചോ. പക്ഷെ എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ, കർത്താവേ ചേരുന്നതിനെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കണമേ. ഒന്നിലധികം അനുഗ്രഹങ്ങളെ തന്ന് ഇന്നെന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിനകത്ത് ഒന്നിലധികം അനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ ഇടവരണമേ. സർവശക്തൻ്റെ സ്നേഹം ഇന്ന് അനുഭവിക്കാൻ ഇടവരണമേ. ഇന്ന് ഞാൻ ഇന്ന ദേശത്ത് നിന്ന് ഇവിടെ വരെ വന്നത് ഒരു നഷ്ടമാകാൻ ഇടവരത്തില്ല കേട്ടോ. രോഗികൾ സൗഖ്യമാകാൻ ഇടവരട്ടെ. പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമാകാൻ ഇടവരട്ടെ. കടബാധ്യതകൾ അനുഭവിക്കുന്നവർ അതിൽ നിന്നൊരു വിടുതൽ അനുഭവിക്കാൻ ഇടവരട്ടെ. ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം നിങ്ങൾ അനുഭവിക്കട്ടെ. ഒന്ന് പതുക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ ഇടവരട്ടെ. ദൈവത്തിൻ്റെ ഇടപെടലിനൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കാൻ നിങ്ങൾ എഴുതി സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെ ഓർത്ത്, രോഗികളായവർ രോഗികളാ ഭാഗത്ത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചവർ പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ അത് പറഞ്ഞ് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? കണ്ണുകൾ അടച്ചിരിക്കട്ടെ. എന്നിട്ട് ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ ആ നിയോഗം മനസ്സിൽ കണ്ടുകൊണ്ട്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. 2-ാം അധ്യായത്തിൽ അത് ഏദൻ തോട്ടമായി മാറി. ദൈവവചനം കേട്ട അബ്രാഹത്തിന്റെ കുടുംബത്തെ ദൈവം പൊന്നുപോലെയാ സൂക്ഷിച്ചത്. ഒരു പരിക്ക് പറ്റാൻ, ഒരു കേട് വരാൻ സമ്മതിച്ചില്ല. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്നെല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു. ജീസസ്. പരിശുദ്ധാത്മാവേ നിറയണമേ. ഞങ്ങൾ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ, ഞങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചതുപോലെ അടയാളങ്ങളെ ദൈവം ചെയ്യണമേ. അടയാളങ്ങളെ ദൈവം ചെയ്യണമേ. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഇന്ന് നിങ്ങൾ ഭവനങ്ങളിലേക്കൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ വെറും കൈയോടെ അല്ല പോകുന്നേ. വെറും കൈയോടെ അല്ല. നമ്മളൊക്കെ പുഴയിലും അല്ലെ ആഴമുള്ള സ്ഥലത്തൊക്കെ മുങ്ങാങ്കുഴിയിട്ട് നീന്തുമ്പം ആ വെള്ളത്തിൻ്റെ അടിയിലുള്ള ചില നല്ല തിളക്കമുള്ള കല്ലുകളെ എടുത്തു വരുന്നത് പോലെ ഇന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു പ്രാർത്ഥനയിലും ആരാധനയിലും കഴിയുമ്പം തിളക്കമുള്ളത്, വിലയുള്ളതൊക്കെ മുങ്ങാങ്കുഴിയിട്ടെടുക്കുന്നത് പോലെ ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്നത് നിങ്ങൾ ഏറ്റവും ഇഷ്ടത്തോടെ പ്രാർത്ഥിച്ച ചിലത്, ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച ചിലത് ദൈവം പാത്രത്തിൽ വിളമ്പുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിളമ്പുന്ന ദിവസമാണ്. ഇന്നൊരു അനുഗ്രഹത്തോടെ ഒന്ന് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ അനുഗ്രഹയിലെ ആ കൈ വിരിച്ച് പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു സാക്ഷി പറയാൻ
ഇടയാകത്തക്ക വിധം എന്നെ എൻ്റെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമേ. ഇനി ഞാൻ ഇവിടെ വരുമ്പം എനിക്കൊരു സാക്ഷ്യം പറയാൻ ഇവിടെ വരാൻ പറ്റണം. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവനാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.